നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു ചായേൻ്റെ കടിയാണ് മൊമോസ്. ഇന്ന് നമ്മൾ മൊമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1.5 സ്പൂണ് ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത്. പിന്നെ വേണ്ടുന്നതാണ് വലിയ ഉള്ളിയാണ്. 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു പച്ചമുളകും ഞാൻ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് ഉള്ളീൻ്റെ കൂടെ. അപ്പോൾ നല്ല പോലെ നമ്മളിത് ഇളക്കി കൊടുക്കാം. തീ ചെറുതായി വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് എന്ന് വെച്ചാൽ ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയതിൻ്റെ ഉപ്പ് നല്ല യോജിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ അകത്ത് നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. തീ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, കുറച്ചിട്ടേ വെക്കാവുള്ളൂ. ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നതിന് മല്ലിച്ചപ്പും പുതിനയാണ്, കരിയാമ്പിലയും. ഇത് 3 ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ നമ്മളിത് ഉള്ളീൻ്റെ അകത്തിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വാടി വരുന്ന സമയത്ത് ഇനി നമ്മൾ ചേർക്കേണ്ടത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി ഞാനിത് ചേർക്കുന്നുണ്ട് ഈ മസാലയിൽ. ഇനി ഇത് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം. ഉള്ളിയിൽ നല്ലോണം യോജിപ്പിച്ചെടുക്കണം നമ്മൾ. മസാല കരിഞ്ഞു പോകാൻ പാടില്ല. തീ എപ്പോഴും നമ്മൾ കുറച്ച് വെച്ചിട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാല ചേർത്ത ഉടനെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ചെയ്യണം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് ചിക്കനാണ്. ചിക്കൻ പുഴുങ്ങി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ചിക്കൻ ഞങ്ങൾ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ പൊടിയും ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ് അത്. എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തതാണത്. ഇനി നന്നായിട്ട് നമ്മൾ മസാല പിടിക്കുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ആദ്യം മൈദപ്പൊടി നമ്മളാദ്യം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ റൗണ്ടായി നമ്മൾ പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു റൗണ്ടായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ ഞാനൊരു കപ്പാണ് എടുത്തത്. റൗണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം ഈ കപ്പാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഏത് പാത്രമാണ് ഇതുപോലെ ഉള്ളത് അതെടുക്കാവുന്നതാണ്. കണ്ട, ഇതുപോലെ റൗണ്ടായി നമ്മൾ കട്ട് ചെയ്തെടുത്തത് കണ്ട. ഇതുപോലെ നിങ്ങൾക്കും റൗണ്ടായി ഏത് പാത്രമാണ് ഉള്ളത് അത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വേണ്ടുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മസാല ചേർക്കുന്നതാണ്. മസാല ഇതിൻ്റെ അകത്ത് ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് പരത്തി വെച്ച മൈദേൻ്റെ ഇതിൽ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കണം. നന്നായി നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുക. മൊമോസിന് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പെട്ടെന്ന് കഴിയും. ഇതുപോലെ മൊമോസ് നിങ്ങൾ ചെയ്തു നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് മൊമോസ്. ഇതുപോലെ നന്നായിട്ട് നിങ്ങൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് നിങ്ങൾ ഇങ്ങനെ എടുക്കണം മൊമോസ്. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് കഴിയുന്ന ഒരു 4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇതുപോലെ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മളൊരു അടച്ചെമ്പിനകത്ത് പുഴുങ്ങിയെടുക്കണം. ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. അടച്ചെമ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി അതിനുശേഷം മൊമോസിൻ്റെ എല്ലാ ഇത് നമ്മൾക്കതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. എല്ലാ മൊമോസും നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെക്കുന്നുണ്ട്. ആവിയിൽ വെച്ച് എടുക്കേണ്ടതാണ്. നല്ലൊരു ടേസ്റ്റാണ് മൊമോസ്.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടതാണ്. ഇതുപോലെ അടച്ചെമ്പിൻ്റെ അകത്ത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾക്ക് അടച്ചെമ്പ് അടച്ചു വെക്കാം. നമുക്ക് അടച്ചു വെക്കാം. നല്ല വേവട്ടെ. വേകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ലോണം നമ്മൾക്ക് ആവിയിൽ വെന്ത് അടിപൊളിയായി വെന്തിട്ടുണ്ട് മൊമോസ്. കണ്ടോ, നിങ്ങൾ കാണുന്നില്ല, നല്ല അടിപൊളിയായിട്ട് വെന്തു. ഇനി നമ്മൾ വേണ്ടുന്നത് ഓയിൽ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം മൊമോസ് എടുത്ത് എണ്ണയിൽ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ എണ്ണയിൽ പൊരിച്ചിട്ടും എടുക്കുക. എണ്ണയിൽ പൊരിക്കാണ്ടും നമ്മൾക്ക് അവിൽ വെച്ച് വെന്തതും നമ്മൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ഏത് രീതിയിലും നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങിയതുമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കണം. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ആക്കിയെടുക്കണം. കണ്ടോ, നല്ല അടിപൊളി ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. കണ്ടോ, മൊമോസ് നല്ല അടിപൊളി പൊരിഞ്ഞ് വന്ന മൊമോസിനെ കണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. കണ്ടോ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. അടിപൊളി മൊമോസ്. ഇത് നമ്മൾ എണ്ണയിലിടാത്തതാണ്, പുഴുങ്ങി വെച്ചതാണ്. പിന്നെ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ഇടണം. എല്ലാവർക്കും താങ്ക് യു പറയുന്നു. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വേണ്ടി 4 മണി പലഹാരമാണ്. താങ്ക് യു.